നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. അതായത് ഫൈൻഡ് ദ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 3/2 എക്സ് സ്ക്വയർ മൈനസ് 1/3x ഓൾ റേസ് ടു 6. അതായത് ഒരു ബൈനോമിയൽ എക്സ്പാൻഷന്റെ ഇൻഡിപെൻഡന്റ് ടേം ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് ഇല്ലാത്ത ഒരു ടേം. ഹിയർ n ഈക്വൽ ടു 6. നമ്മുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് a പ്ലസ് ബി ഓൾ റേസ് ടു n ആണ്. ഇവിടെ n ഈക്വൽ ടു 6. a എന്ന് പറയുന്നത് എന്തായിരിക്കും? 3/2 എക്സ് സ്ക്വയർ. ദെൻ വാട്ട് ഈസ് b? ഇവിടെ പ്ലസ് ആയിരുന്നു, പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് മൈനസ് ആ വന്നിരിക്കണേ. അപ്പൊ b എന്ന് പറഞ്ഞ ടേം എന്തായിരിക്കും? b ഈക്വൽ ടു മൈനസ് 1/3x ആയിരിക്കും. ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് കാണണമെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുക എന്നത് അതിന്റെ ജനറൽ ടേം എഴുതിയിട്ടാണ് നമ്മൾ പ്രോബ്ലം കൊണ്ടുപോകുന്നത്. ജനറൽ ടേം എന്ന് പറയുന്നത് എന്താ? TR+1 ഈക്വൽ ടു NCR A റേസ് ടു n മൈനസ് ആർ ബി റേസ് ടു ആർ. ഇവിടെ r എന്ന് പറയുന്നത് എത്രയെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മള് r-നെ r ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു n എന്ന് പറയുന്നത് 6 ആണ്. 6CR A 3/2 എക്സ് സ്ക്വയർ ഓൾ റേസ് ടു, ഈ എല്ലാ ടൈമും ഒരുമിച്ച് വേണം, 6 മൈനസ് ആർ ഇൻറ്റു ബി. ബി എന്ന് പറയുന്നത് മൈനസ് 1/3x ഓൾ റേസ് ടു ആർ. ദാറ്റ്സ് ഈക്വൽ ടു 6CR. ഇവിടെ 3/2 ഇൻറ്റു എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 6 മൈനസ് ആർ ആണ്. അപ്പൊ ഞാൻ 3/2നും എക്സ് സ്ക്വയറിനും വേണം. അതായത് എ ബി ഓൾ റേസ് ടു എക്സ് ആണെങ്കിൽ എനിക്കതിനെ എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു എക്സ് എന്ന് എഴുതാലോ. അതുപോലെ ഞാൻ ഇതിന്റെ ഓരോന്നിനും പവർ കൊടുക്കണം. അപ്പൊ എന്ത് വരും? 3/2 ഓൾ റേസ് ടു 6 മൈനസ് ആർ ഇൻറ്റു എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 6 മൈനസ് ആർ. ഇവിടെയും അതുപോലെ തന്നെ എടുക്കുക. അതായത് മൈനസ് 1/3x-നെ നമുക്ക് എന്തെഴുതാം? മൈനസ് 1/3 ഇൻറ്റു 1/x എന്ന് എഴുതാലോ, ഓൾ റേസ് ടു ആർ. അതായത് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? മൈനസ് 1/3 ഓൾ റേസ് ടു ആർ ഇൻറ്റു 1/x ഓൾ റേസ് ടു ആർ. നെക്സ്റ്റ് ഈ കോൺസ്റ്റന്റ് ടേംസ് ഒക്കെ ഞാൻ ഒരുമിച്ച് എഴുതണം. അപ്പൊ എന്ത് വരും? 6CR 3/2 ഓൾ റേസ് ടു 6 മൈനസ് ആർ. പിന്നെ എക്സിന്റെ ടേമിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാനുള്ള ടൈം, അപ്പൊ എക്സിന്റെ ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതാം. പിന്നെ ഒരു കോൺസ്റ്റന്റ് മൈനസ് 1/3 ഓൾ റേസ് ടു ആർ ഇൻറ്റു എക്സ് സ്ക്വയർ റേസ് ടു 6 മൈനസ് ആർ ഇൻറ്റു 1/x ഓൾ റേസ് ടു ആർ. ഈ എക്സ് സ്ക്വയറിന്റെ പവറുകളൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തത്. അപ്പൊ എന്ത് കിട്ടും? 6CR 3/2 ഓൾ റേസ് ടു 6 മൈനസ് ആർ ഇൻറ്റു മൈനസ് 1/3 ഓൾ റേസ് ടു ആർ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇതിനെ മൾട്ടിപ്ലൈ, അതായത് എക്സ് റേസ് ടു എം ഓൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു mn ആണ്. ഇവിടെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 2 ഇൻറ്റു 6 12 മൈനസ് 2 ഇൻറ്റു r 2r ഇൻറ്റു 1/x raised to r. That's equal to 6CR 3/2 all raised to 6 minus r into minus 1/3 all raised to r into x raised to 12 minus 2r divided by x raised to r. Next step നോക്കിയേ. നമുക്കറിയാം x raised to a divided by x raised to b ആണെങ്കിൽ നമുക്കതിനെ x raised to a minus b എന്ന് എഴുതാലോ. ആ രീതിയിൽ നമുക്ക് ഇതിനെ എഴുതാം. അപ്പൊ എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു 6CR 3/2 ഓൾ റേസ് ടു 6 മൈനസ് ആർ ഇൻറ്റു മൈനസ് 1/3 ഓൾ റേസ് ടു ആർ ഇൻറ്റു എക്സ് റേസ് ടു 12 മൈനസ് 2r. ഒരു മൈനസ് ആർ വരും, മൈനസ് ആർ. ദാറ്റ്സ് ഈക്വൽ ടു 6CR 3/2 ഓൾ റേസ് ടു 6 മൈനസ് ആർ ഇൻറ്റു മൈനസ് 1/3 ഓൾ റേസ് ടു ആർ ഇൻറ്റു എക്സ് റേസ് ടു 12 മൈനസ് 2r മൈനസ് ആർ. അപ്പൊ എന്ത് വരും? 12 മൈനസ് 3r. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? അതായത് ഈ എക്സ്പാൻഷനിൽ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതായത് എക്സിനെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ടുള്ള ആ ഒരു കോഎഫിഷ്യന്റ്. അതായത് എക്സ് ഇല്ലാത്ത ടേം എന്ന് പറഞ്ഞാല് ഈ ടേം മൊത്തം 0 ആയിട്ട് പോയാല് ഇങ്ങനൊരു ടേം വരില്ല. അപ്പൊ ഈ ഒരു ടേം, അതായത് എക്സ് എന്നാണ്, ഈ ഒരു ടേം എന്തായാലും നമുക്ക് 1 ആവണം. എങ്കിൽ മാത്രമേ ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആവുകയുള്ളൂ. അപ്പൊ ഈ എക്സ് റേസ് ടു 12 മൈനസ് 3r എന്ന് പറഞ്ഞത് 1 ആകണമെങ്കിൽ, അതായത് എക്സിന്റെ പവർ 0 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ടേമിനെ 1 എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എക്സ് റേസ് ടു 12 മൈനസ് 3r എക്സ് റേസ് ടു 0 ആവണമെങ്കിൽ ഈ 12 മൈനസ് 3r ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം?
നമുക്ക് കൺസിഡർ ചെയ്യാം 12 മൈനസ് 3r ഈക്വൽ ടു 0 ആണ് കേസിൽ മാത്രമാണ് ഈ എക്സ്പാൻഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആയിരിക്കുള്ളൂ. 12 മൈനസ് 3r എന്ന് പറഞ്ഞാൽ 12 ഈക്വൽ ടു 3r ആണ്. therefore r ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം 12/3 ദാറ്റ്സ് ഈക്വൽ ടു 4. അപ്പൊ ആറിന്റെ വാല്യൂ എന്തായി കിട്ടും നമുക്ക് 4 എന്ന് കിട്ടും. അപ്പൊ 4 ആവുന്ന ടൈമിലാണ് നമ്മുടെ ഈ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആയിരിക്കും. എക്സ് റേസ് ടു 0 1 ആയിട്ട് പോയി. അപ്പൊ നമുക്ക് അതിന്റെ കോഎഫിഷ്യന്റ് മാത്രം എടുക്കാം. എന്തായിരുന്നു അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 6cr 3/2 all raised to 6 minus r minus 1/3 all raised to r ആയിരുന്നു. ഇവിടെ r എന്ന് പറയുന്നത് 4 ആണ് കിട്ടി. അപ്പൊ നമുക്കത് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും 6c4 3/2 all raised to 6 minus 4 into minus 1/3 all raised to 4. That's equal to 6c4 3/2 all square into minus 1/3 all raised to 4. That's equal to 6c4 into 3 square divided by 2 square into minus 1 raised to 4 divided by 3 raised to 4. That's equal to 6c4 into ഇവിടെ 3 സ്ക്വയർ ഉണ്ട്, ഇവിടെ 3 raised to 4 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് വരും ഇവിടുത്തെ 3 സ്ക്വയറും ഇവിടുത്തെ ഒരു സ്ക്വയറും ക്യാൻസൽ ചെയ്തു ബാലൻസ് ഇവിടെ ഒരു 3 സ്ക്വയർ വരും. മൈനസ് 1 raised to 4 എന്ന് പറഞ്ഞാല് 4 ഈവൺ ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ 1/2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 6c4 എന്ന് പറഞ്ഞാൽ എന്താ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 6 മൈനസ് 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 1/2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ദാറ്റ്സ് ഈക്വൽ ടു 6 ഫാക്ടോറിയലിനെ ഞാൻ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 1/36. ഈ 4 ഫാക്ടോറിയലും 4 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു. 6ഉം ഈ 6 ക്യാൻസൽ 6. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 5/2 ഇൻറ്റു 6 2. അപ്പൊ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും ഫോർത്ത് ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും 5/12 ആയിരിക്കും. നെക്സ്റ്റ് the second, third and fourth terms in the binomial expansion x plus a all raised to n are 240, 720 and 1080. Find x, a and n. അതായത് എക്സ് പ്ലസ് എ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞ എക്സ്പാൻഷനിൽ സെക്കൻഡും തേർഡും ഫോർത്തും ടൈംസ് തന്നിട്ടുണ്ട് എങ്കിൽ എക്സും എയും എന്നും ഫൈൻഡ് ചെയ്യണം. അപ്പൊ ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് ജനറൽ ഫോമിൽ തന്നെയാണ് എഴുതേണ്ടത്. അതായത് സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് T2 എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ ഫോം r+1 ആണ്. r+1 2 ആണെങ്കിൽ r എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെ എന്തൊരു NC1 n നമുക്കറിയില്ല. NC1 a raised to ഇവിടെ എയുടെ പ്ലേസിൽ എക്സ് ആണ്. അപ്പൊ x raised to n-1 a raised to 1 ദാറ്റ്സ് ഈക്വൽ ടു അതായത് സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് 240 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തേർഡ് ടൈം T3 എന്ന് പറയുന്നത് r+1 ഈക്വൽ ടു 3 ആണ്. r+1 3 ആണെങ്കിൽ r എന്ന് പറയുന്നത് 2 ആണ്. അതായത് NC2 x raised to n-2 a square equal to 720. T4 അതായത് ഫോർത്ത് ടൈം അതായത് r+1 4 ആണെങ്കിൽ r എന്ന് പറയുന്നത് 3 ആയിരിക്കും. NC3 x raised to n-3 a cube equal to 1008. ഇതിന് ഇക്വേഷൻ നമ്പർ 1 2 3 മൂന്ന് ടേംസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എക്സും എയും എല്ലാം തന്നെ ഫൈൻഡ് ചെയ്യാനുണ്ട്. നമുക്ക് ഈ മൂന്ന് ഇക്വേഷൻസും ഓരോ രണ്ട് ഇക്വേഷൻ വെച്ച് ഡിവിഷൻ നടത്താം. ഫസ്റ്റ് നമുക്ക് 2/1 ചെയ്യാം, ദെൻ 3/2 ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഇക്വേഷൻ 2/1 എന്ന് പറഞ്ഞാൽ T3 divided by T. That's equal to NC2 x raised to n-2 into a square divided by NC1 x raised to n-1 into a raised to 1 equal to 720 divided by 240. That's equal to NC2 divided by NC1 into x raised to n-2 divided by x raised to n-1 into a square divided by a equal to 720 divided by 240. ഓരോ ടൈംസ് വൈസ് ദാറ്റ്സ് ഈക്വൽ ടു NC2 into x raised to m divided by x raised to n എന്ന് പറഞ്ഞാൽ x raised to m minus n ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും x raised to n-2 minus of n-1
ഇൻറ്റു എ സ്ക്വയർ ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ് നമുക്കറിയാം. ദാറ്റ്സ് ഈക്വൽ ടു 720 ഡിവൈഡ് ബൈ 240, ഇത് 72/24. NC2 ഡിവൈഡ് ബൈ NC1 ആണ് കേട്ടോ. ദാറ്റ്സ് ഈക്വൽ ടു NC2 ഡിവൈഡ് ബൈ NC1 x raised to n minus 2 minus n മൈനസ് മൈനസിന് പ്ലസ് 1 ഇൻറ്റു എ ഈക്വൽ ടു 72/24. അപ്പോൾ ഇത് വരും 12 ടൈംസ് 6 4 ടൈംസ് 3. ദാറ്റ്സ് ഈക്വൽ ടു 3 ഈക്വൽ ടു NC2 ഡിവൈഡ് ബൈ NC1 ഇൻറ്റു എക്സ് റേസ് ടു, ഈ എന്നും എന്നും ക്യാൻസൽ ചെയ്തപ്പോൾ -2 + 1 ആണ് -1 ഇൻറ്റു എ ഈക്വൽ ടു 3 ഈക്വൽ ടു NC2 ഡിവൈഡ് ബൈ NC1 എക്സ് റേസ് ടു -1 ആണ് 1/x ഇൻറ്റു എ ഈക്വൽ ടു 3 ഈക്വൽ ടു NC2 എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ. ദിസ് ഡിവൈഡഡ് ബൈ NC1, അതായത് divided by n factorial divided by 1 factorial into n minus 1 factorial into 1/x into a equal to 3. Is equal to n factorial divided by 2 factorial into n minus 2 factorial into 1 factorial into n minus 1 factorial divided by n factorial into 1/x into a equal to 3. അതായത് ഇവിടുത്തെ ഡിവിഷനെ ഞാൻ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ n ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു. ബാലൻസ് എന്ത് കിട്ടും നമുക്ക്, ഈക്വൽ ടു ഇവിടെ n മൈനസ് 1 ഫാക്ടോറിയൽ ഉണ്ട്, അതിന് ഞാൻ n മൈനസ് 1 ഇൻറ്റു നെക്സ്റ്റ് ടൈം എന്താ വരാ n മൈനസ് 1 മൈനസ് 1, അതായത് n മൈനസ് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 1/x ഇൻറ്റു a ഈക്വൽ ടു 3. ഈ n മൈനസ് 2 ഫാക്ടോറിയലും n മൈനസ് 2 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു. ബാലൻസ് എന്ത് വരും, n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a/x ഈക്വൽ ടു 3. ഈ 2നെ ഞാൻ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്ത് വരും, n മൈനസ് 1 ഇൻറ്റു a/x ഈക്വൽ ടു 6. ദാറ്റ്സ് ഈക്വൽ ടു a/x ഈക്വൽ ടു 6. ഈ n മൈനസ് 1 എന്നുള്ളത് ഡിവൈഡ് ബൈ n മൈനസ് 1 ആണ്. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. ഇതെന്ത് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്, T2 ഡിവൈഡ് ബൈ T1 ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയത്. നെക്സ്റ്റ് T4 ഡിവൈഡ് ബൈ T3. അപ്പോൾ ഇത് കിട്ടും NC3 x raised to n minus 3 into a raised to 3 divided by NC2 x raised to n minus 2 into a square equal to 1080 divided by 720. That's equal to NC3 by NC2 into x raised to n minus 3 divided by x raised to n minus 2 into a cube by a square equal to 1080 divided by 720 is equal to NC3 divided by NC2 into ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് x raised to n minus 3 minus n minus 2 into a raised to 3 minus 2 equal to ഇവിടെ 0 ക്യാൻസൽ ചെയ്തു. ബാലൻസ് ഇത് വരും 3/2. That's equal to NC3 divided by NC2 into x raised to n minus 3 minus n, ഈ മൈനസ് മൈനസ് പ്ലസ് 2 into a raised to 3 minus 2 1 equal to 3/2. That's equal to NC3 divided by NC2 into x raised to n ഉം ക്യാൻസൽ ചെയ്തു. ബാലൻസ് -3 plus 2 x raised to -1 into a equal to 3/2. That's equal to NC3 divided by NC2 1/x into a equal to 3/2. NC3 എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 1/x ഇൻറ്റു a ഈക്വൽ ടു 3/2. ഇസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ into 1/x into a equal to 3/2. n factorial cancel ചെയ്തു. ബാലൻസ് 2 factorial into ഈ n minus 2 നെ n minus 2 into n minus 2 minus 1. അപ്പം നെക്സ്റ്റ് ടൈം അതായത് n minus 3 factorial divided by 3 factorial ഞാൻ 3 into 2 factorial into n minus 3 factorial into a/x equal to 3/2.
ഇവിടെ n മൈനസ് 3 ഫാക്ടോറിയലും n മൈനസ് 3 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു. 2 ഫാക്ടോറിയലും 2 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു. ബാലൻസ് എന്ത് കിട്ടും? n മൈനസ് 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു a ബൈ എക്സ് ഈക്വൽ ടു 3 ബൈ 2. ദാറ്റ്സ് ഈക്വൽ ടു n മൈനസ് 2 ഇൻറ്റു a ബൈ എക്സ് ഈക്വൽ ടു ഈ 3നെ അവിടെ കൊണ്ടുപോകുമ്പോൾ 9 ബൈ 2. ദാറ്റ്സ് ഈക്വൽ ടു a ബൈ എക്സ് ഈക്വൽ ടു ഈ n മൈനസ് 2നെ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 9 ബൈ 2 ഇൻറ്റു n മൈനസ് 2. ഇതിന് ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 4 ഇക്വേഷൻ നമ്പർ 5 ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത് എന്താണ്? a ബൈ എക്സ് ഈക്വൽ ടു 6 ബൈ n മൈനസ് 1. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത് എന്താണ്? a ബൈ എക്സ് ഈക്വൽ ടു 9 ബൈ 2 ഇൻറ്റു n മൈനസ് 2. ഇവിടെ a ബൈ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 6 ബൈ n മൈനസ് 1 ഈക്വൽ ടു 9 ബൈ 2 ഇൻറ്റു n മൈനസ് 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിലോ 6 ഇൻറ്റു 2 ഇൻറ്റു n മൈനസ് 2 ഈക്വൽ ടു 9 ഇൻറ്റു n മൈനസ് 1. ദാറ്റ്സ് ഈക്വൽ ടു 12 ഇൻറ്റു n മൈനസ് 2 ഈക്വൽ ടു 9 ഇൻറ്റു n മൈനസ് 1. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും? 12n minus 24 equal to 9n minus 9. 12n minus 9n. ഈ 9n ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് ആവും. ദാറ്റ്സ് ഈക്വൽ ടു minus 9n minus 24 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് 24. ദാറ്റ്സ് ഈക്വൽ ടു 12 minus 9 എന്ന് പറഞ്ഞാൽ 3n ഈക്വൽ ടു minus 9 plus 24 എന്ന് പറഞ്ഞാൽ 15. Therefore n equal to 15 minus 3 divided by 5. നമുക്ക് n ഫൈൻഡ് ചെയ്യണമല്ലോ. ന്റെ വാല്യൂ എത്രയാന്ന് കിട്ടി? 5 ആണെന്ന് കിട്ടി. നമുക്ക് n ഈക്വൽ ടു 5 ആണ് ആൻസർ കിട്ടി. ഇനി ഈ n ഈക്വൽ ടു 5 എന്നുള്ളത് നമുക്ക് ആദ്യം തന്നിരിക്കണം ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊടുക്കുക. ഞാൻ T2 കൊടുക്കുകയാണ്, അതായത് ഇക്വേഷൻ നമ്പർ 1. അപ്പൊ എന്ത് കിട്ടും? അവിടെ n എന്ന് പറയുന്നത് nc1 x raised to n minus 1 into a, that's equal to 240 ആയിരുന്നു. n എന്ന് പറയുന്നത് 5 കിട്ടി. അപ്പൊ എന്ത് കിട്ടും? 5c1 x raised to 5 minus 1 into a equal to 240. 5c1 എന്ന് പറഞ്ഞാല് 5 ആണെന്നറിയാം. 5 into x raised to 4 into a equal to 240. Therefore x raised to 4 into a equal to 240 divided by 5, that's equal to 48. അതായത് a into x raised to 4 ആണ് 48. ശേഷം 4ഉം 5ൽ നിന്ന് നമുക്കറിയാം a ബൈ എക്സ് എന്ന് പറയണത് 6 ബൈ n മൈനസ് 1 ആണ്. അവിടെ n 5 കൊടുത്താൽ എന്ത് കിട്ടും? a ബൈ എക്സ് ഈക്വൽ ടു 6 ബൈ 5 മൈനസ് 1, ദാറ്റ്സ് ഈക്വൽ ടു 6 ബൈ 4. ദാറ്റ്സ് ഈക്വൽ ടു a എന്ന് പറഞ്ഞാല് എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 ബൈ 2, അതായത് 3 ബൈ 2 ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇതൊരു 3 ബൈ 2 ഇൻറ്റു x into x raised to 4 equal to 48. That's 3 by 2 into x raised to 5 equal to 48. x raised to 5 equal to 48. ഈ 3 by 2 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ 2 by 3. 3 4 1 times 16 into 2 32. അത് x raised to 5 32 ആണെങ്കിൽ x എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കറിയാം 32 ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയാ? 5th ക്യൂബ്, അതായത് 2, ഏറ്റവും സ്മോളസ്റ്റ് 2, 16, 2, 8, 2, 4, 2, 2, 2, 1. ഇതിൽ എത്ര 2s ഉണ്ട്? 2, 1, 2, 3, 4, 5. അപ്പോൾ 2 raised to 5 ആയിരിക്കുമല്ലോ 32 എന്നുള്ളത്. അപ്പോൾ x raised to 5 എന്നുള്ളത് 2 raised to 5 ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ എക്സും കിട്ടി, നമുക്ക് എന്നും കിട്ടി. ഇനി നമുക്ക് a ഫൈൻഡ് ചെയ്തൂടെ? a ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം a ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 3 ബൈ 2 ആണ് കിട്ടി. a എന്ന് പറയുന്നത് 3 ബൈ 2 ഇൻറ്റു എക്സ് ആണ്. അപ്പൊ x എന്ന് പറയുന്നത് 2 ആണ്. Therefore a equal to 3 by 2 into 2, that's equal to 3. അപ്പൊ n equal to 5, x equal to 2 and a equal to 3.